Good morning to everyone. Welcome back to English Shine Academy. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കാണേണ്ടത് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡേ 1 ഫസ്റ്റ് ഡേയിലെ ക്ലാസ്സാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? ഇന്നലെ നമ്മൾ പഠിച്ചത് ബേസിക് വേർഡ്സ് ആണ്. എന്താണ് ബേസിക് വേർഡ്സ്? ആ ബേസിക് വേർഡ്സിൽ നമ്മൾ 6 ഫാമിലിയെ കുറിച്ചാണ് പഠിച്ചത്. 6 ഡിഫറെൻറ്റ് ഫാമിലീസ്. ഏതൊക്കെയാണ്? 6 ഡിഫറെൻറ്റ് ഫാമിലി. ഓക്കെ, യു ക്യാൻ സീ ഹിയർ 6 ഡിഫറെൻറ്റ് ഫാമിലീസ്. ഈ 6 ഡിഫറെൻറ്റ് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന 2 ഫാമിലിയാണ് ഇത്. ഐ ഫാമിലി, അതുപോലെ തന്നെ യു ഫാമിലി. അതൊക്കെ ഐ ഫാമിലിയും യു ഫാമിലിയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഐ ഫാമിലി അതുപോലെ തന്നെ യു ഫാമിലി, ഇത് രണ്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഐ ഫാമിലി. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക്. ഞാൻ മാത്രമല്ല, എനിക്കും ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ ആം നോട്ട് വെൽ. ഐ ആം നോട്ട് വെൽ, എനിക്ക് സുഖമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ ഐ എന്നാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മീ ആണ്. മീ എന്ന് പറഞ്ഞാൽ എന്നെ അല്ലെങ്കിൽ എന്നോട്. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. മൈ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നർത്ഥം. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. ഓക്കെ, പിന്നെ യു ഫാമിലിയാണ്. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങളെ. യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത് എന്നാണ്. അതുപോലെ തന്നെ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ. ഓക്കെ, അപ്പോൾ ഈ 2 ഫാമിലിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന സംഭവം സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ടുഡേസ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഫ്രേസ് ആണ്. എന്താ ഫ്രേസ് എന്ന് പറഞ്ഞാൽ? ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റൻസിൻ്റെ ഭാഗം, ഒരു ഭാഗത്തിലാണ്. എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ആദ്യമായി നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഡേ 2ലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് വൺ ആണ്. എന്താണ്? ടുഡേ ആണ്. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നർത്ഥം. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്, എല്ലാവർക്കും അറിയാം, നോ പ്രോബ്ലം. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന്. ഓക്കെ, ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ. ഒന്നുകൂടി, ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, ടുമോറോ നാളെ, ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്ന്, ആൻഡ് ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ. ആഫ്റ്റർ ടുമോറോ മറ്റന്നാൾ. ഓക്കെ, നെക്സ്റ്റ് ദിസ് വൺ, ഇൻ ദ മോർണിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ. നമുക്ക് രാവിലെ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. ഇൻ ദ മോർണിംഗ്. ഓക്കെ, എന്താ പറയണ്ടേ? ഇൻ ദ മോർണിംഗ്. ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക്. ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി. ഓക്കെ, അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി. ഒന്നുകൂടി, ഇൻ ദ മോർണിംഗ് രാവിലെ, ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചക്ക്, ഇൻ ദ ഈവനിങ് വൈകുന്നേരം, ആൻഡ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി. ഓക്കെ, ഇത് 2 കഴിഞ്ഞു. ഇനി അടുത്തത് അറ്റ് പ്രസൻറ്റ്. അറ്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ. അറ്റ് പ്രസൻറ്റ് നിലവിൽ. ഓക്കെ, നിലവിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഐ എം എ ടീച്ചർ അറ്റ് പ്രസൻറ്റ്. നിലവിൽ ഞാനത് ടീച്ചറാണ്. അറ്റ് പ്രസൻറ്റ് ഐ എം എ ടീച്ചർ. ഓക്കെ, ഇൻ ദ പാസ്റ്റ്. ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത്. ഓക്കെ, ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ. ഇൻ ഫ്യൂച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ എന്നും പറയാം, ഭാവിയിൽ. ഒന്നുകൂടി, വൺസ് മോർ. അറ്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ, ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത്, ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ. അപ്പോൾ ഇത് 3 കഴിഞ്ഞു. ഇനി അടുത്തത്, നമ്മൾ ടൈം പറയുമ്പോൾ, സമയം പറയുമ്പോൾ നമുക്കത് ചേർക്കണം, ഒരു അറ്റ് ചേർക്കണം. അറ്റ് 5 o'clock, 5 മണിക്ക്. അറ്റ് 3:25. അറ്റ് 3:25 എന്ന് പറഞ്ഞാൽ 3:25. ഓക്കെ, 3:25 എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം പറയുമ്പോൾ എന്ത് ചേർക്കണം? ടൈമിൻ്റെ കൂടെ നമുക്ക് അറ്റ് ചേർക്കണം. ഓക്കെ,
അറ്റ് എന്ന് പറയാം ഐ വിൽ കം ടു യു അറ്റ് 3 o'clock എന്ന് വെച്ചാൽ 3 മണിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. ഓക്കെ, അറ്റ്. പിന്നെ അതുപോലെ തന്നെ ഡേ, അത് ഏത് ഡേ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കതിന് മുന്നേ എന്ത് ചെയ്യണം, ഓൺ ചേർക്കണം. ഓക്കെ, ഓൺ തിങ്കളാഴ്ച, ഓൺ മൺഡേ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. മൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ തിങ്കളാഴ്ചയാണ്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഡേ പറയുമ്പോൾ എന്ത് ചേർക്കണം, എന്ത് ചേർക്കണം, ഓൺ ചേർക്കണം. ഓക്കെ, ഓൺ മൺഡേ, ഓൺ മൺഡേ. ഐ വിൽ കം ടു യു ഓൺ മൺഡേ. ഓൺ സാറ്റർഡേ, ശനിയാഴ്ച. ഓൺ ബർത്ത്ഡേ, ജന്മദിനത്തിൽ. എന്ന് വെച്ചാൽ ഏത് ഡേ ആണെങ്കിലും, ഡേ ഏതാണെങ്കിലും എന്ത് വേണം, നമുക്ക് ഓൺ ചേർക്കണം. ഓക്കെ, ചിൽഡ്രൻസ് ഡേ, ഓൺ ചിൽഡ്രൻസ് ഡേ. ബർത്ത്ഡേ, ഓൺ ബർത്ത്ഡേ. ടീച്ചേഴ്സ് ഡേ, ഓൺ ടീച്ചേഴ്സ് ഡേ. ഓക്കെ, അപ്പോൾ എന്ത് വേണം, ഡേ ചേർക്കണം. വൺസ് മോർ, അറ്റ് 5 o'clock, ടൈമിൻ്റെ മുന്നേ നമ്മൾ അറ്റ് ചേർക്കണം. അറ്റ് 3:25, ഓൺ മൺഡേ, ഓൺ സാറ്റർഡേ. ഓക്കെ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓൺ ഫ്രൈഡേ, പിന്നെ ഓൺ ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ ഡേൻ്റെ മുന്നിലേക്ക് ചേർക്കണം, ഓൺ ചേർക്കണം. അപ്പോൾ അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഈ ഒരു സംഭവം നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്പീക്കിംഗ് ഒന്നും കൂടി ബെറ്റർ ആവും, ഒന്നും കൂടി അഡ്വാൻസ് ആവും. ഓക്കെ, ഒന്നും കൂടി ബ്യൂട്ടി കൂടും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ. ഓക്കെ, വൺസ് എ ഡേ, വൺസ് എ ഡേ, ദിവസത്തിൽ ഒരിക്കൽ, ദിവസത്തിൽ ഒരിക്കൽ. ഓക്കെ, വൺസ് എ ഡേ എന്ന് പറയാം. ഐ ഗോ ദെയർ, ഞാൻ അവിടെ പോവാറുണ്ട്. വൺസ് എ ഡേ, വൺസ് എ ഡേ ഐ ഗോ ദെയർ. ഓക്കെ, ദിവസത്തിൽ ഒരു തവണ ഞാൻ അവിടെ പോവാറുണ്ട്. രണ്ടാമത്തെ ട്വൈസ് എ ഡേ, ട്വൈസ്, ട്വൈസ് എന്ന് പറയും, ട്വൈസ്. എന്താണ് ട്വൈസ്? വൺസ് എന്ന് പറഞ്ഞാൽ ഒരു തവണ, ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 തവണ. അപ്പോൾ ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 2 തവണ, ദിവസത്തിൽ 2 തവണ, ട്വൈസ്. അപ്പോൾ ഈ വേർഡ്സൊക്കെ നമ്മൾ നമ്മുടെ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ അവർ സ്പീക്കിംഗ് വിൽ ബി എക്സലൻറ്റ്, ഫെൻറ്റാസ്റ്റിക്. എന്താണ് വൺസ് എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരിക്കൽ, ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 2 നേരം. ഇപ്പോൾ ത്രൈസ് എ ഡേ, ത്രൈസ് എന്ന് പറയും, ത്രൈസ്, THRICE, ത്രൈസ്, ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 നേരം. ഓക്കെ, ത്രൈസ് എ ഡേ. മൂന്നാമത് വൺസ് ഇൻ എ വീക്ക്, ഇൻ എ വീക്ക്. വൺസ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ. ട്വൈസ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 തവണ. അപ്പോൾ ത്രൈസ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 തവണ. വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 1 തവണ, ഒരു മാസത്തിൽ 1 തവണ. ട്വൈസ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 2 തവണ. വൺസ് ഇൻ എ ഇയർ, വൺസ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ. ട്വൈസ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 തവണ. അപ്പോൾ രണ്ടാമത്തെ ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 2ാമത്തെ ദിവസത്തിൽ നമ്മൾ പഠിച്ചെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ, സെൻറ്റൻസ് അല്ല ഫ്രേസ് എന്ന് പറയാം, ഫ്രേസ്, സെൻറ്റൻസിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്, വി ഹാവ് ടു പ്രാക്ടീസ് എവറി ഡേ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് ടു റീഡ് ഇറ്റ്, ജസ്റ്റ് റീഡ് ചെയ്താൽ മതി, റീഡിങ്. ഓക്കെ, വൺസ് എ ഡേ, ട്വൈസ് എ ഡേ, വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ മന്ത്. ഇതുപോലെ എന്താണ് വായിച്ച് പഠിക്കണം. ആൻഡ് ഐ ഗ്യാരണ്ടി നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ കൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ യു ക്യാൻ ഫീൽ എ ബിഗ് ചേഞ്ച്, ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ സീ യു ടുമോറോ.